അസാധാരണമായ ജനസംഖ്യാ മാറ്റത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഒരു രൂപ പോലും നികുതി വർദ്ധിപ്പിക്കാതെയും നിലവിലുള്ള സാമ്പത്തിക പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടുമാണ് സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയും മാറുന്ന ജനസംഖ്യാ ഘടനയും മുൻനിർത്തിയുള്ള നിർണായക നിരീക്ഷണങ്ങളുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കേരളം നിലവിൽ അഭിമുഖീകരിക്കുന്നത് സമാനതകളില്ലാത്ത ജനസംഖ്യാ വ്യതിയാനമാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ജനനനിരക്ക് കുത്തനെ കുറയുകയും വയോജനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്യുന്ന പ്രത്യേക സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. ഇത് വികസന പദ്ധതികളെയും തൊഴിൽ മേഖലയെയും ബാധിക്കും. ഈ വെല്ലുവിളി മറികടക്കാൻ ദീർഘകാല വികസന നയങ്ങൾ രൂപീകരിക്കേണ്ടത് അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ ഓർമ്മിപ്പിച്ചു. വലിയ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഒരു രൂപ പോലും നികുതി വർദ്ധിപ്പിക്കാതെ നിലവിലുള്ള പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഇത്തവണ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ യഥാർത്ഥ ധനസ്ഥിതി ധവളപത്രത്തിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയതാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അവര് ചെയ്യണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അതേ സമയത്ത് ചെയ്തില്ലേ? ഇവര് അല്ല, ഞാൻ പറയുന്നത് ഒരു പേ കമ്മീഷൻ കേരളത്തിന്റെ ഹിസ്റ്ററി നോക്ക് നിങ്ങൾ. അതാത് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അവര് നിയമിച്ച് അവരുടെ കാലത്ത് അതിന്റെ റിപ്പോർട്ട് കൊടുത്ത് അതാത് ഗവൺമെന്റ് അത് ഇംപ്ലിമെന്റ് ചെയ്യും. ഇവരതിൽ നിന്ന് ഊരിയതാണ്. 3 വർഷം കഴിഞ്ഞപ്പോൾ ഡ്യൂ ആയി ഈ പേ കമ്മീഷൻ വെക്കേണ്ടത്. ഒരുപാട് സമരങ്ങൾ നടന്നു. അന്നൊന്നും ഇവരാരും വേണ്ടിയില്ല. എന്നിട്ട് പോണ പോക്കിനൊരു പേ കമ്മീഷൻ വെച്ചു. സംസ്ഥാനത്തിന്റെ വികസനത്തിന് സ്വകാര്യ നിക്ഷേപങ്ങൾ അനിവാര്യമാണെന്നും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം സ്വകാര്യ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കാറുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ ഒരു മേഖലയും സ്വകാര്യവൽക്കരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്നും നിലവിലെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്നും സ്ഥിര നിയമനങ്ങൾ നടക്കില്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. പുതിയ ഒരാൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നില്ല. ഉള്ള ജോലിയിൽ നിന്ന് ആള് റിട്ടയർ ചെയ്യുമ്പോൾ കോൺട്രാക്ട് ലേബറെ വെച്ചുകൊണ്ടാണ് കേരളത്തിലെ പബ്ലിക് സെക്ടർ നടന്നുകൊണ്ട് പോകുന്നത്. നിങ്ങളൊന്ന് അന്വേഷിക്കുക. പബ്ലിക് സെക്ടർ നടത്തിക്കൊണ്ട് പോകുന്നത് പുതിയ അപ്പോയിന്റ്മെന്റ് നടത്തിയിട്ട് എത്ര നാളായി? ഈ ട്രാക്കോ കേബിൾ പൂട്ടിപ്പോയില്ലേ? ടെൽക്ക് പൂട്ടലിന്റെ വക്കിലാണ്. അഗ്രോ മെഷീനറി കോർപ്പറേഷൻ പൂട്ടലിന്റെ വക്കിലാണ്. ട്രാവൻകൂർ സിമന്റ്സ് പൂട്ടലിന്റെ വക്കിലാണ്. ആരുടെ പണം എടുത്തുകൊണ്ട് അതൊക്കെ നടന്നു പോകുന്നത്? നമ്മുടെ നികുതി പണം, നമ്മുടെ എക്സ്ചക്കറിൽ നിന്നുള്ള പണം, നിങ്ങളും ഞാനും കൊടുക്കുന്ന നികുതി പണം എടുത്തുകൊണ്ട് ഈ ഒരാൾക്ക് പോലും ജോലി കൊടുക്കാൻ പോലും പറ്റാതെ